പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്ഥിതി രൂക്ഷമായി തുടരുകയാണ്. ഈ ബലൂചിസ്ഥാന്റെ പ്രാദേശിക നേതാക്കളെ കാണാനില്ല, അവരുടെ കൊലപാതകങ്ങൾ നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ജനം ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. സർക്കാരിനെതിരെ, പാകിസ്ഥാനിലെ സർക്കാരിനെതിരെ, സൈന്യത്തിനെതിരെയുമാണ് അവിടുത്തെ ജനങ്ങൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇടക്കാലത്ത് വലിയ രീതിയിൽ തന്നെ സൈന്യത്തിനെതിരെ അവിടുത്തെ ചില സംഘടനകൾ ആക്രമണം നടത്തുകയും പല കൊലപാതകങ്ങൾ നടക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും പാകിസ്ഥാനിൽ ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാകുന്നത്? കാരണം പാകിസ്ഥാൻ ഒരു രാഷ്ട്രമല്ല, അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു രാഷ്ട്രസങ്കല്പമാണ്. അതൊരു നാച്ചുറൽ സ്റ്റേറ്റ് അല്ലല്ലോ. മതത്തിൻ്റെ പേരിൽ വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത സാംസ്കാരിക വൈരുദ്ധ്യങ്ങളുള്ള ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാം, സാമ്പത്തിക താല്പര്യങ്ങളുള്ള ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഉണ്ടാക്കിയ രാജ്യമാണ്. ആ മതത്തിൻ്റെ ആവേശം തീരുമ്പോൾ അവർ അടി തുടങ്ങും. ബലൂചിസ്ഥാൻ അന്നും ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ്റെ കൂടെ ചേരണ്ടെന്ന് പറഞ്ഞ ആളുകൾ വലിയൊരു പങ്കുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യയുടെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ആ മേഖലയെ വളരെ മിനറൽ റിച്ച് ആയിട്ടുള്ള ഏരിയയാണ്, ഒരുപാട് പ്രകൃതി വിഭവങ്ങളുള്ള ഏരിയയാണ്. പക്ഷെ അവർ ഈ പ്രകൃതി വിഭവങ്ങൾ പാകിസ്ഥാൻ കൊള്ളുന്നു, അതിൻ്റെ ഗുണം നാട്ടുകാർ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ നമ്മുടെ രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളൊക്കെ പോലെയാണ്. രാജസ്ഥാൻ ഉൾപ്രദേശം എങ്ങനെ കാണുമെങ്കിൽ എന്തുകൊണ്ട് രാജസ്ഥാൻ അങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നില്ല വെച്ചാൽ രാജസ്ഥാനും ഇന്ത്യയും തമ്മിൽ നാച്ചുറൽ ബന്ധമാണ്. ഇന്ത്യയിൽ നമ്മൾ നാച്ചുറൽ ബന്ധമാണ്. കുറച്ചും അങ്ങനെ ഒരു അകന്നു നിൽക്കുന്ന വംശീയമായി നോർത്ത് ഈസ്റ്റ് ആയിരുന്നു അവിടെ. പക്ഷേ ഇപ്പം നമ്മൾ മോഡിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ അവിടെ ഇപ്പം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, അവരെ മുഖ്യധാരയുടെ ഭാഗമാക്കുന്നു. മാത്രമല്ല ചൈനേനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയാണ് ഭേദം എന്നുള്ള തോന്നുന്ന നാട്ടുകാർക്ക് പോകും. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പം അവിടുത്തെ ജനങ്ങൾ അപ്പോൾ പാകിസ്ഥാൻ പണ്ടേ അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് അവിടുത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചില്ല എന്ന് ചോദിച്ചാൽ, അന്ന് പാകിസ്ഥാൻ അമേരിക്കയുടെ ക്ലോസ് അലൈ ആയിരുന്നു. അപ്പോൾ സോവിയറ്റ് റഷ്യക്കെതിരെ അവർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ തന്ത്രപ്രധാനമായിട്ടുള്ള ബോർഡർ റീജിയനിൽ ഒരു പാക് വിരുദ്ധ ഗവൺമെൻറ് വിടുന്ന അമേരിക്കയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ അജണ്ട, ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഭയങ്കര സാമ്പത്തിക ഗണിയിലാണ്, രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിതാവസ്ഥയുണ്ട്. എന്നിട്ടും അമേരിക്ക വലിയ രീതിയിലൊന്നും ഇടപെട്ട് കാണുന്നില്ല. അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ അങ്ങ് വീണ് പോട്ടെ എന്ന് അമേരിക്ക വിചാരിക്കുന്നുണ്ടാവും. പാകിസ്ഥാൻ ഛിന്നഭിന്നമാകട്ടെ. അങ്ങനെ ഛിന്നഭിന്നമാകുമ്പോൾ അവിടുത്തെ ആണവായുധങ്ങളുടെ ഒരു കൺട്രോൾ അമേരിക്ക ഏറ്റെടുക്കാം എന്നായിരിക്കും അവരുടെ പ്ലാൻ. അല്ല, പക്ഷെ അവിടെ ഭീകരവാദികളുള്ള ഒരു നാട് അങ്ങനെ തകരട്ടെ എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? അതാ പറഞ്ഞത്, അമേരിക്ക പ്ലാൻ ബി ഉണ്ടാവും. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞതാണ്, വിശാല ഇസ്രായേൽ സങ്കല്പം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങൾ സഹായത്തിന്, ഒരു കാരണവശാലും മുസ്ലിംസിന് ലോകത്ത് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടെടുത്താണ് ഇവാഞ്ചലിസ്റ്റുകൾ മുന്നോട്ട് വന്നത്. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സിയോണിസ്റ്റുകളുടെ ടീം ബി ആണ്. അവർ ക്രിസ്ത്യാനികളെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ടീം ബി ആണ്. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ റോമൻ ക്രിസ്ത്യൻസാണ്. അപ്പോൾ അവർ ഈ പറഞ്ഞ ജൂതരങ്ങനെ അവരുടെ കച്ചവടം നടത്താമെന്നുള്ളൂ. മറ്റുള്ള സിയോണിസ്റ്റുകൾ എന്ന് വെച്ചാൽ അവർക്കൊരു ചരിത്രപരമായി ഇവർ നേരിട്ടിട്ടുള്ള തിരിച്ചടികൾക്കെല്ലാം തിരിച്ചടി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. അത് ആദ്യത്തെ ടാർഗറ്റ് മുസ്ലിംസാണ്. ഇപ്പം ഒന്ന് ഒരു അടി കിട്ടി നിൽക്കുന്ന മുസ്ലിംസാണ്. അത് ആദ്യം അവരെ ഫിനിഷ് ചെയ്യാം. മറ്റേ ഈ സിനിമ പോലെയാണ് സിയോണിസ്റ്റുകൾ. അതിന് മറ്റേ ഈ സിനിമയല്ലേ ഇത്, ഇന്ന് ഹരിഹ എന്നുള്ള ബോക്സിങ് സീനില്ലേ, ആദ്യം പിന്നെ തോമസ് കുട്ടീനെ അടിച്ചിടാം, പിന്നെ മറ്റേ അപ്പക്കുട്ടനെ അടിച്ചിടാം, അതിനുശേഷം ഗോവിന്ദൻകുട്ടിയും മറ്റേ മുകേഷും കൂടി അടിയുണ്ടാക്കുന്നത്. അതേപോലെയാണ് ഇവരുടെ അജണ്ട. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പം നിങ്ങൾ നോക്കിയാൽ മതി, അത്രയും വിദ്വേഷജനകമായിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡാണ് ഇസ്ലാമിനെതിരെ സോഷ്യൽ മീഡിയയിൽ മറ്റും നടക്കുന്നത്. ഇതിൻ്റെ പലപ്പോഴും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രം ഒന്നായിരിക്കും, എടുത്തു നോക്കിയാൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കേന്ദ്രങ്ങളൊന്നായിരിക്കും. അപ്പം അതിന് ഞാൻ അവരെ മാത്രം കുറ്റം, അതിന് കാരണം മുസ്ലിങ്ങളുണ്ടായിക്കോട്ടെ. ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ള സലഫി വിഭാഗം, ഈ കൂട്ടത്തിലുള്ള ദുവാ ടീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടീമുണ്ട്, ദുവാ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു. അവർ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെയൊക്കെ ഭീകരമായിട്ട് ആക്രമിച്ചിട്ട് മാത്രം ആളെ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം തോറ്റ് നിൽക്കുകയാണ്, ഇൻ്റർനാഷണലി പൊളിറ്റിക്സ് തോറ്റ് നിൽക്കുന്ന ഒരു മതമാണ്. പൊളിറ്റിക്സ് ആണ് പ്രധാനമെങ്കിൽ അതിൽ തോറ്റിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. എന്നിട്ടാണ് ഈ പറഞ്ഞ് ജയിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഹിന്ദുക്കളെയൊക്കെ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്. ഈ സംവാദത്തിൽ പലതും ഇവർ തോൽക്കും. തോറ്റ് കഴിഞ്ഞാൽ ജയിച്ചേന്ന് വന്ന് പലവാൻ ജയിച്ചേന്ന് വന്ന് വരികയും ചെയ്യും. അപ്പം അങ്ങനെയാണ് ഈ പറയുന്ന സബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നത്. ആരിഫ് ഹുസൈനെ ഞാൻ പറയുന്നില്ല, ഈസ് ലൈക്ക് എൻ ഏജന്റ്. പക്ഷെ സബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലുള്ള ആളുണ്ടെന്ന് ഇവർ ചോദിച്ചിട്ടാണ്. അല്ല, ഈ ആരിഫിനെല്ലാം എങ്ങനെയാണ് കേരളത്തിൽ ഉൾപ്പെടെ വലിയ സ്വാധീനം? അല്ല, മുസ്ലിം വിരുദ്ധത അതിഭീകരമാണല്ലോ. അത്തരം മുസ്ലിം വിരുദ്ധത അതിഭീകരമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ മുസ്ലിം ഭീകരത തന്നെ, ഇപ്പോൾ എൻ്റെ പേര് മുഹമ്മദ് ഫക്രുദ്ദീൻ അലിയാണ്. ഞാനിപ്പോൾ മുസ്ലിങ്ങൾ ആക്രമണം ചെയ്താൽ ഞാൻ ഇവരൊക്കെ വലിയ താരമായിരിക്കും. എനിക്കത് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഞാൻ എന്നെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല.
പിന്നെ ഞാൻ ഇന്ത്യക്കാരൻ ആദ്യം ഞാൻ ഇന്ത്യക്കാരൻ, രണ്ടാമത് മുസ്ലിമാണ്. ഇതിൽ രണ്ടിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. അല്ലെ, ആരിഫിനോ അങ്ങനെയുള്ള ആളുകൾ ദേശീയത ഉയർത്തിയാണല്ലോ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്. ആരിഫിനെ പോലുള്ളവർ കേരളത്തിൽ ദേശീയത മാത്രമല്ല, അവരെല്ലാം ഉയർത്തി ആ ഖുർആനിൽ പോയിട്ട് ഹദീസിൽ പോയിട്ട് അതൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ അതിൽ കയറി വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിന് ആ കാലഘട്ടത്തിലെ ടൂൾസ് ഉപയോഗിച്ചാണ് വിമർശിക്കുന്നത്, ഇന്നത്തെ ടൂൾസ് ഉപയോഗിച്ചല്ല. അങ്ങനെ നമ്മൾ വിമർശിക്കുകയാണെങ്കിൽ എല്ലാ മതങ്ങളെയും വിമർശിക്കാം. ഇപ്പോൾ ജോസഫ് ഇടമുഖിൻ്റെ ക്രിസ്തുമത വിമർശനം വായിച്ചിട്ടുണ്ടോ? പെറ്റമ്മ സഹിക്കല. ഹിന്ദുമത വിമർശനം വായിച്ചിട്ടുണ്ടോ? പെറ്റമ്മ സഹിക്കല. ഇതൊക്കെ എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടുണ്ട്. ഇസ്ലാം മത വിമർശനം വായിച്ചിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടത് പറയാത്തത്? കാരണം ഓരോ മതത്തിനും അതുണ്ടായിരുന്ന സ്പെസിഫിക് സാഹചര്യമുണ്ട്. ഈ മതങ്ങളെല്ലാം ലോകത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതാണ്. ഇന്നും ജനങ്ങളെ മനസ്സിൽ വലിയ സ്വാധീനവും, നമ്മളൊന്നും വലിയ സൈക്കോകളായി മാറാതെ ഈ മതത്തിന് വലിയൊരു പങ്കുണ്ട്. പക്ഷെ മതത്തിൻ്റെ ഇത് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളെ സൈക്കോ ആക്കി മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ മതമായിട്ട് ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾക്കോ സംവാദങ്ങൾക്കോ, കാരണം എല്ലാ മതം നന്മയുണ്ട് തിന്മയുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ കൂട്ടത്തിൽ നന്മ മാത്രം എന്നല്ല, നന്മ ഏറ്റവും കൂടുതൽ നന്മ മുന്നോട്ട് വെക്കുന്ന മതം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റി. അതിൽ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, പുതിയ നിയമങ്ങൾ എടുത്തു കഴിച്ചാൽ അതിൽ ആക്രമിക്കാനൊന്നും പറയുന്നില്ല, എവിടെയും പറയുന്നില്ല. ജീസസ് തന്നെ ആക്രമിക്കുന്നത് പൗരോഹിത്യത്തെയാണ്. തെറ്റായ വായിലേക്ക് കഴിഞ്ഞ പൗരോഹിത്യത്തെയാണ് ജീസസിൻ്റെ ഒരിക്കലും ചാട്ടവാ എടുക്കുന്നത്. പിന്നെ വളരെ പ്രാക്ടിക്കലായിട്ട് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക, സീസറിനുള്ളത് സീസറിന് കൊടുക്കുക. പിന്നെ വിവാഹോത്തരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ശക്തമായ കർശനമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. അത് പിന്നെ മേരി റോയ് കേസോടൊക്കെ കൂടി അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു മതഗ്രന്ഥം നിങ്ങൾ ഇത് സ്നേഹത്തെ പറ്റി മാത്രം പറയുന്ന, അല്ല സമാധാനത്തെ പറ്റി മാത്രം പറയുന്ന മതഗ്രന്ഥം ചോദിച്ചാൽ ഞാൻ പറയും ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ബൈബിളാണ്. മനസ്സിലായി? പക്ഷേ ക്രിസ്തുമതമായിട്ട് എന്നോട് ഒരുപാട് വിമർശനം, ജോസഫ് ഇടമുഖെല്ലാം അദ്ദേഹം ക്രിസ്ത്യാനിയല്ലേ, അതുകൊണ്ടായിരിക്കും മറ്റുള്ള അദ്ദേഹത്തെ ആഘോഷിക്കും. അദ്ദേഹം മുസ്ലിങ്ങളെ വിമർശിച്ചിട്ടുണ്ട്, ഹിന്ദുക്കളെ വിമർശിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആരിഫിനെക്കാട് നന്നായി ഈ വിമർശനം പറയാൻ എനിക്കറിയാം. പക്ഷെ ഞാൻ പറയില്ല. എന്തുകൊണ്ടാണ്? അത് സെൻസിബിലിറ്റിയാണ്. ഇതൊന്നും വിറ്റ് കാശാക്കേണ്ട കാര്യമല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിനെ കൗണ്ടർ ചെയ്യുക, തുറന്നു കാണിക്കുക എന്നുള്ളത് മുസ്ലിം ഈ പറയുന്ന പണ്ഡിതന്മാരുടെയും ഈ സംഘടനകളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവർ പലപ്പോഴും ആരിഫിനെ ഡിബേറ്റിന് വിളിക്കും. എന്താ ആരിഫ് തിരിച്ചവരെ പരസ്യ ഡിബേറ്റിന് വിളിക്കും. എന്താ പരസ്യ ഡിബേറ്റിന് ഇവർ പോകാത്തത്? ഓൺലൈൻ ഡിബേറ്റിന് ആരിഫും പോകില്ല, പരസ്യ ഡിബേറ്റ്. അപ്പോൾ ഇവർ അങ്ങനെയാണ്. നിങ്ങൾ അതിന് വരില്ല, ഞാനിതിന് വരില്ല. ആദ്യം നിങ്ങൾ ഏറ്റുമുട്ടും, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ ധൈര്യം പോയിട്ട് ആരിഫിനെ വെല്ലുവിളിച്ചിട്ട് ആരിഫിനെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ഓപ്പൺ ഡിബേറ്റ് പോയിട്ട് അയാളെ തോൽപ്പിക്കട്ടെ. ജയിപ്പിക്കാനൊന്നും ഇല്ല ഇതിൽ ഡിബേറ്റിൽ. ഇത് അന്തമായി നീണ്ടുപോകും. അതല്ലെങ്കിൽ ആരിഫ് അവരുടെ ഓൺലൈനിൽ പോട്ടെ. അപ്പോൾ അത് അവർ ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരുന്നത് ബലൂചിസ്ഥാനിലേക്ക് തന്നെ വരുമ്പോൾ എത്ര നാൾ ഈ ആയുധം കൊണ്ട് പിടിച്ചു നിർത്താൻ പാകിസ്ഥാന് കഴിയും ബലൂചിസ്ഥാനിലെ ജനങ്ങളെ? അല്ല, അത് അമേരിക്കേൻ്റെ തീരുമാനം പോലെ ഇരിക്കും. അമേരിക്ക അപ്പം നമ്മൾ അവിടെ നിന്ന് വന്ന അപ്പോൾ വിശാല ഇസ്രായേലിലേക്ക് പോകുമ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം ന്യൂക്ലിയർ ശേഷിയുള്ള രാജ്യം എന്ന രീതിയിൽ പാകിസ്ഥാൻ അഭയം ഭാവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ന്യൂക്ലിയർ ബോംബ് ആരുടെ കയ്യിലുണ്ട് ആളുകൾ പേടിക്കും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഭിന്നമായി പോയി അവിടെ സിൽവർ ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക ഈ കാരണം പറഞ്ഞുകൊണ്ട് ഈ സാധനം അവിടെ നിന്ന് മാറ്റാം. പക്ഷേ ഇത് പൊലിഫറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാഹചര്യം ചെയ്യുമ്പോൾ ഇവന്മാർക്ക് അതിനെക്കാട്ടും ബുദ്ധി ഉണ്ടാവുമല്ലോ. ഈ പാകിസ്ഥാൻ മിലിറ്ററിൻ്റെ ഉള്ളിൽ 95% അമേരിക്ക പറയുന്നത് കേൾക്കുന്ന ഓഫീസർമാരാണ്, 5% ഇസ്ലാമിസ്റ്റുകളുണ്ടാവും. അവരിത് എവിടെയെങ്കിലും ഒന്നറ്റം ഒളിപ്പിച്ച് വെച്ചാൽ പോരെ, ഇതിലവർ പൊട്ടിച്ചാലോ? അതിനുള്ള സാങ്കേതിക വിദ്യ അറിയുന്ന ആളുകൾ അവരുടെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പം അതൊരു അപകടമാണ്. പക്ഷെ അമേരിക്ക അതിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടും. പാകിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമാകാൻ ബലൂചിസ്ഥാന് അനുവാദം നൽകുമോ? ഒരു വലിയ പ്രതിഷേധം. അല്ല, പാകിസ്ഥാന് എന്തിന് അനുവാദം കൊടുക്കണം തീരുമാനിക്കുന്നത് അമേരിക്കയല്ലേ. അമേരിക്കൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ ആ രാജ്യം നിലനിന്ന് പോകുന്നത്. അല്ലെ, ആ രാജ്യം എങ്ങനെ നിലനിന്ന് പോകുന്നത്? ഇപ്പോഴും ഉണ്ടാവും പിന്തുണ. പിന്നെ ട്രംപ് വന്നിട്ട് അല്ല, അതാണ് ട്രംപ് വന്നിട്ടുണ്ടാവും എന്നുള്ളതല്ല. അമേരിക്ക ഇപ്പോൾ അവർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു സ്പെൻ ഫ്യൂവലാണ്. ഇപ്പോൾ ഇന്ത്യ മുമ്പ് സോവിയറ്റ് റഷ്യയോട് ചായ്വ് പുലർത്തിയ സമയത്ത് അവർക്ക് ഇവിടെ ഒരു ക്ലോസ് അലൈ വേണ്ടിയിരുന്നു ആ ഏരിയയിൽ. സീറ്റോ എന്നൊക്കെ പറഞ്ഞ നാറ്റോൻ്റെ ഒരു ഏഷ്യൻ വേർഷൻ ഉണ്ടായിരുന്നു. അതിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന പാകിസ്ഥാൻ. അങ്ങനെയാണ് ഇന്ത്യക്ക് ഇല്ലാത്ത ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വിമാനങ്ങൾ ഉൾപ്പെടെ അന്തമാനികൾ ഉൾപ്പെടെ. അപ്പോൾ അവരുടെ ഭാഗത്ത് അപ്പം ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ഇന്ത്യ പ്രോ കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ അതിനെതിരെ ഇങ്ങനെ ഒരു രാജ്യത്ത് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യ പ്രോ അമേരിക്കനാണ്. ചൈനയ്ക്ക് വലിയ അമേരിക്കൻ വിരോധമൊന്നുമില്ല, കച്ചവടത്തിലുള്ള വിരോധമല്ല, രാഷ്ട്രീയ വിരോധമല്ല. കാരണം ചൈന ഈസ് ഓൾസോ തന്നെ അമേരിക്ക. ക്യാപിറ്റലിസം ഇൻ ഡിസ്കൈസ് ആണ് അവിടെ. അപ്പോൾ ഇവർക്ക് ഇനി ആ രാജ്യത്തിൻ്റെ ആവശ്യമില്ല. ഇനി അവിടെയുള്ള വെസ്റ്റ് ഏഷ്യയിലെ കാര്യങ്ങൾ, മധ്യപൂർവ്വ ഏഷ്യ, അതാണ് വെസ്റ്റ് ഏഷ്യ, അത് നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഏഷ്യ. വെസ്റ്റ് ഏഷ്യയിൽ അവർക്ക് ഇസ്രായേലിനെ ശക്തിപ്പെടുത്തണം. അതിന് ചിലപ്പം പാകിസ്ഥാനിന് ഭീഷണിയായിരിക്കാം. അങ്ങനെയാണ് പാകിസ്ഥാൻ തകർന്നു വിട്ടെന്ന് അവർ വിചാരിക്കും. അതിൻ്റെ ഭാഗമായിരിക്കാം. അപ്പം അവിടെ സ്വാതന്ത്ര്യം കിട്ടുമെങ്കിൽ അമേരിക്ക വിചാരിച്ചാലേ കിട്ടുള്ളൂ.
നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയോ, ഇന്ത്യ വലിയൊരു പരിധി വരെ ഇന്ത്യ, ചൈന, നോർത്ത് കൊറിയ, പിന്നെ ഏതാണ് റഷ്യ, ഈ 4 രാജ്യങ്ങൾ വെച്ച് ലോകത്ത് മറ്റു രാജ്യങ്ങൾ അമേരിക്ക വിചാരിച്ച് എന്തും നടക്കും. മനസ്സിലായി? അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ് താങ്ക്സ് ടു അമേരിക്ക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.